ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ തുടക്കം. ഇന്ന് പാർലമെന്റിൽ എംപിമാരുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ആരംഭിച്ചത്. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞായിരുന്നു സത്യപ്രതിജ്ഞ തുടങ്ങിയത്. മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സത്യപ്രതിജ്ഞ ഇങ്ങനെ: ലോക്സഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപി എന്ന ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ കൂറും വിശ്വാസവും പ്രദർശിപ്പിച്ചുകൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിച്ഛിന്നതയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തപൂർവ്വം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. കേരളീയ വസ്ത്രം ധരിച്ചായിരുന്നു സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. മുണ്ടും ഷർട്ടുമായിരുന്നു വേഷം. കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP MP-യാണ് സുരേഷ് ഗോപി. കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രിയാണ് അദ്ദേഹം. തൃശൂരിൽ നിന്നുമാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൽ ചരിത്ര വിജയമാണ് BJP സുരേഷ് ഗോപിയിലൂടെ നേടിയത്. ശക്തമായ ത്രികോണ മത്സരമായിരുന്നു തൃശൂരിലേത്. LDF-ന്റെ VS സുനിൽകുമാറും UDF-ൽ നിന്നും K മുരളീധരനുമായിരുന്നു എതിരാളികൾ. 4,12,338 വോട്ടാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. സുരേഷ് ഗോപിയുടെ വിജയം കേരളത്തിലെ മറ്റു മുന്നണികളെ പോലും ഞെട്ടിച്ചിരുന്നു.